നെക്സ്റ്റ് എന്ന് പറയുന്നത് പാർട്ട് 1 സെക്ഷനിലെ സെക്കൻഡ് സെക്ഷനാണ് റിപ്പീറ്റ് സെൻറ്റൻസ്. റിപ്പീറ്റ് സെൻറ്റൻസ് ഈസ് ഫോർ PT അക്കാഡമിക് ആൻഡ് ഫോർ PT കോർ, അതായത് കാനഡ SDS ആപ്ലിക്കേഷൻ അംഗീകരിച്ചുള്ള PT കോറിന് ചോദിക്കുന്ന സെക്കൻഡ് ഭാഗം എന്ന് പറയുന്നത് റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ ആണ്. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അതുപോലെ റൈറ്റിങ്ങിലും വ്യത്യാസമുണ്ട്. അപ്പോൾ PT അക്കാഡമിക്കും PT കോറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് രണ്ട് വ്യത്യാസമേ ഉള്ളൂ. അത് ഈ പാർട്ട് 1 സെക്കൻഡ് ടാസ്കിലാണ്. ഓക്കെ, അപ്പോൾ യു ക്യാൻ കീപ് ദിസ് ഇൻ യുവർ മൈൻഡ്. അപ്പോൾ PT അക്കാഡമിക് എന്ന് പറയുമ്പോൾ റിപ്പീറ്റ് സെൻറ്റൻസ് ആണ്. റിപ്പീറ്റ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി ലിസണിങ് ടു ആൻ ഓഡിയോ ഓഫ് 9 സെക്കൻഡ്സ്. അത് ഒരു സെൻറ്റൻസ് കേൾക്കും ആൻഡ് യു നീഡ് ടു റിപ്പീറ്റ് ദാറ്റ് സെൻറ്റൻസ്. ഓക്കെ, ആൻഡ് ഹിയർ യു വിൽ ബി അസസ്ഡ് യുവർ പ്രൊനൗൺസിയേഷൻ, യുവർ കണ്ടന്റ് ആൻഡ് ഫ്ലുവൻസി. റിപ്പീറ്റ് സെൻറ്റൻസ് മനസ്സിലായല്ലോ. സോ സെക്കൻഡ് സെക്ഷൻ റിപ്പീറ്റ് സെൻറ്റൻസ് ആണ്. പക്ഷേ PT കോറിന് വരുന്നത് എന്താണ്? റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ ആണ്. എന്ന് പറയുമ്പോൾ യു വിൽ ലിസൺ ടു സിറ്റുവേഷൻ ആൻഡ് യു നീഡ് ടു റെസ്പോണ്ട് ടു ഇറ്റ്. 20 ടാസ്കിനകത്ത് ഈ രണ്ടാമത്തെ ടാസ്കും പിന്നെ റൈറ്റിങ്ങിലെ ഒരു ടാസ്കും എസ്സേക്ക് പകരം ലെറ്റർ റൈറ്റിംഗ് ആണ്. അത് രണ്ടുമാണ് വ്യത്യാസമുള്ളത്. ബാക്കിയെല്ലാം സെയിം ആണ്. Okay, now the fourth question type is retell lecture. റീറ്റെൽ ലെക്ചർ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേയിൽ ഒരു പിക്ചർ തന്നിരിക്കും. എന്നിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ടൊരു ഓഡിയോ നിങ്ങൾ കേൾക്കും. ഈ ഓഡിയോ കേൾക്കുന്ന സമയത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതായത് ദെയർ വിൽ ബി എൻ ഇറേസബിൾ നോട്ട് ബോർഡ് ഇൻ ദ റൈറ്റ് സൈഡ് ഓഫ് ദ മോണിറ്റർ. ഇവിടെ നമുക്ക് ആ നോട്ടിൽ ആസ് യു ലിസൺ യു ക്യാൻ ടേക്ക് ഡൗൺ സം ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. Then finally, as the listening ends, you will get 10 minutes to prepare your answer. Okay, അതായത് ഇവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നത് ലിസണിങ്ങും സ്പീക്കിങ്ങുമാണ്. റീറ്റെൽ ലെക്ചറാണ്. യു നീഡ് ടു സ്പീക്ക് ഔട്ട്. ഓക്കെ, യു നീഡ് ടു റീറ്റെൽ വാട്ട് യു ഹാവ് ഹേർഡ് ഇൻ ദ ലെക്ചർ. അപ്പോൾ ഈ റീറ്റെൽ എന്ന് പറയുന്നത് പറയുന്നതിന് മുമ്പ് നമുക്ക് ഒരു പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് 10 സെക്കൻഡ്സ് ഉണ്ട്. ആൻഡ് വെൻ ദ പ്രോഗ്രസ് ബാർ ബിഗിൻസ് you can start speaking for 40 seconds. Okay, 40 സെക്കൻഡ്സിനകത്ത് നമ്മൾ ആ ഒരു ലെക്ചർ റീറ്റെൽ ചെയ്യണം. 40 സെക്കൻഡ് ആൻസറാണ് അവിടെ വരുന്നത്. ഓക്കെ, ആൻഡ് ഇതുപോലെ ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് ആ സെക്ഷനിൽ കാണും. ഇവിടെ നമുക്ക് അസസ്മെൻറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 5 minutes ഫോർ കണ്ടൻറ്റ്, 5 minutes ഫോർ ഫ്ലുവൻസി ആൻഡ് 5 marks ഫോർ പ്രൊനൗൺസിയേഷൻ. So this is what about a retail lecture. Now I'm going to describe about the third section of part 1 PT. അതായത് ഡിസ്ക്രൈബ് ഇമേജ് ആണ്. ഡിസ്ക്രൈബ് ഇമേജ് എന്ന് പറയുമ്പോൾ യു വിൽ ബി ഷോൺ എൻ ഇമേജ് ഓൺ ദ ഡിസ്പ്ലേ ഓഫ് ദ മോണിറ്റർ ആൻഡ് ദെയർ യു നീഡ് ടു എക്സ്പ്ലെയിൻ വാട്ട് യു സീ. ഇവിടെ നമുക്ക് സ്പീക്കിങ്ങും ആണ് അസസ്മെൻറ്റ് ചെയ്യുന്നത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇമേജസ് അതിനകത്ത് വരുന്നുണ്ട്. എന്ത് ഇമേജ് ആണെന്നുള്ളത് നിങ്ങൾക്കിപ്പം തോന്നി കാണത്തില്ലേ? ഏതൊക്കെ ഇമേജസ് ചോദിക്കാം? നമുക്ക് IELTS പോലെ തന്നെയാണ്. IELTS നമുക്ക് അക്കാഡമിക് ടാസ്ക് 1 എന്തൊക്കെയാണ്? ലൈൻ ഗ്രാഫ്, ബാർ ചാർട്ട്, പൈ ചാർട്ട്സ്, അതുപോലെ ടേബിൾ, സൈറ്റ് പ്ലാൻസ്, മാപ്സ്, അങ്ങനെ എന്തും ചോദിക്കാമല്ലോ. പ്രോസസ്സസ് എന്ത് ചോദിക്കാൻ നമുക്കറിയാൻ വയ്യ, എന്ത് വേണമെങ്കിലും ചോദിക്കാം. അതുപോലെ തന്നെയാണ് PT. പക്ഷേ PTക്ക് നമുക്ക് സ്കോപ്പ് കുറച്ച് കൂടുതലാണ്. PTയിൽ ഒരു മോണിറ്ററിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ദ പിക്ചർ ക്യാൻ ബി എനിത്തിങ് ലൈക്ക് ദ റിയൽ പിക്ചർ കംസ് ഫ്രം നേച്ചർ ഓർ കംസ് ദാറ്റ് വി സി അറൗണ്ട് അസ്. ഇപ്പം നമുക്ക് ചുറ്റും കാണുന്ന എന്തും ആ പിക്ചറിൽ ഉൾപ്പെടുത്താം. ചിലപ്പോൾ ഒരു ഗാർബേജ് ഏരിയ ആയിരിക്കും, ചിലപ്പോൾ ഒരു വർക്ക് സൈറ്റ് ആയിരിക്കും, ചിലപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ഫ്രണ്ട് ആയിരിക്കും, ചിലപ്പോൾ ഒരു കുട്ടി ഒരു ബോട്ടിലും പിടിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ സിംപ്ലസ്റ്റ് മുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള എന്ത് രീതിയിലുള്ള പിക്ചറും PTക്ക് ചോദിക്കാൻ പറ്റും. ഓക്കെ.